ഹായ് ഗായ്സ്, ലൈവ് സ്ട്രീമേഴ്സ് അവരുടെ കുടുംബശ്രീ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അതിൽ അഭിപ്രായം ഒന്നും പറയാൻ താല്പര്യമില്ല. കാരണം അത് അവരുടെ ലോകമായി എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ലോകത്ത് സമാധാനമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ മാറിപ്പോകുമ്പോൾ ചിലവന്മാർക്ക് ഇവിടെ എന്ത് തന്തയില്ലായ്മയും പറയാം എന്നുള്ളതിൻ്റെ ഒരു ലൈസൻസ് ആയിട്ട് അത് മാറിയ പോലെ തോന്നുന്നുണ്ട്. ഇവനാണ് കാന്താരയ്ക്ക് ശേഷം ഋഷഭ് ഷെട്ടിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അഭിനയത്തിന് ഇവൻ ഓസ്കാറല്ല, മാരുതിക്കാറല്ല, എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷെ ആ കാറിന്റെ കാര്യം സേഫ് അല്ല. വീഡിയോയിലും എല്ലാം പറ്റുന്നില്ല. കാരണം ഇതിന്റെ ഫാമിലി ആയിട്ടൊന്ന് പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ കഥാപാത്രമായിട്ട് മാറാനുള്ള ഇവന്റെ ഈ ഒരു കഴിവ്, അവന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, ഇത് ബിഗ് ബോസിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആരടിച്ചോട്ടെ, ഓന്റെ പണ്ട് ഞങ്ങൾ പുറത്തു കൊടുക്കും. വല്യാട്ടൻ സിനിമയിലെ മമ്മൂട്ടിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അപരാധി, എല്ലാരെയും വന്ന് രക്ഷിക്കുന്ന അണ്ണനാണ്, വിജയ് അണ്ണനാണ് എന്നൊക്കെയാണ് ഇവന്റെ വിചാരം. എന്താണ് ഇവന്മാർ കാണിച്ച അപരാധം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു വർഗീയ കലാപത്തിനുള്ള മരുന്ന് ഇട്ടുകൊടുക്കുക. പ്രശ്നം തുടങ്ങുന്നത് അഖിൽമാരാറിന്റെ അടുത്തു നിന്നാണ്. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിന്റെ അഭിപ്രായം? എന്നെ സംബന്ധിച്ച് ഇത് രണ്ടും രാജ്യങ്ങൾ മാത്രമാണ്, രണ്ട് രാജ്യത്തെ ജനത മാത്രമാണ്. അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല, ഇപ്പുറത്ത് മുസ്ലിം ഇല്ല. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നാലും എന്നെ സംബന്ധിച്ച് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇവൻ ഈ പറഞ്ഞ ഇവന്റെ ഈ ഒരു നിലപാടിനോട് ബാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ? ഈ ഒരു പ്രശ്നം അഖിൽമാരാർ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ഇതിന് ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവന് ഒരു പുതിയ ഡ്രാമ ആരംഭിച്ചു. ഇവൻ ആ ഒരു വീഡിയോ, പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതിന് ശേഷം ഇവനെ ആളുകൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഇവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല, ഇവന് ബോഡി ഗാർഡ്സ് വേണം, ലൈഫിൽ ത്രെട്ട് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവൻ വീഡിയോ ഇടാൻ തുടങ്ങി. ഞാൻ സോഷ്യൽ മീഡിയയിലും വീഡിയോയിലും എല്ലാം നിർത്തുകയാണ്. എന്നെ പറ്റുന്നില്ല. കാരണം എനിക്കെന്റെ ഫാമിലി ആയിട്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ വണ്ടി ഏതോ രണ്ടാൾക്കാർ വന്നാണ്ട് ക്യാമറ കൊണ്ട് വന്നാണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എന്റെ ഫാമിലി ഉള്ളത് എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോകരുത്. ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചെക്കൻ ആരാണ് അടിച്ചത്? ആരടിച്ചോട്ടെ, ഓന്റെ പണ്ട് ഞങ്ങൾ പുറത്തു കൊടുക്കും. ആരായിക്കോട്ടെ, അടിച്ചു പൊളിച്ചോനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. ഷജൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ച കളിയാണ് ഇത് എന്ന്. അതിന്റെ ഓഡിയോ, അതിന്റെ വ്യക്തമാക്കുന്ന ഓഡിയോ നിങ്ങൾ കേൾക്കുക. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ആ ചെക്കനെ അടിന്റെ ഒരു സീനാക്കിക്കാണ്ട് നമ്മളെ പൊടിച്ചു എന്നുള്ള രൂപത്തിലിട്ടു. അപ്പൊ ആ ചെക്കൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ക്രിയേറ്റ് നാടകം ചെയ്യാൻ അവൻ സമ്മതിക്കാൻ റീസൺ വേണ്ടേ? അപ്പൊ അതൊരു പ്ലാനഡ് അല്ലേന്ന്. അത് അവൻ സമ്മതിച്ചിട്ടാണ് ചെയ്തത്. ഓനിക്ക് പൈസ കൊടുത്തോ? ആർക്ക് പൈസ കൊടുത്തു? എത്ര കൊടുത്തു? 5000 രൂപ. ജസ്റ്റിസ് സെർവ്ഡ്. 5000 രൂപയ്ക്ക് ജസ്റ്റിസ് കിട്ടി. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഇവൻ എവിടെയോ വണ്ടി കൊണ്ട് ചാർത്തിയിട്ട് ഇവന്റെ വണ്ടി വേറെ ആരോ അടിച്ചു പൊട്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇവൻ വീഡിയോ ഇട്ടു. അഖിൽമാരാറിനൊക്കെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഈ നാട്ടിൽ അടിക്കാൻ പോകുമോ? എനിക്കറിയില്ല. റീച്ചിന് വേണ്ടിയിട്ട് പാലസ്തീൻ്റെ പേരും പറഞ്ഞ് ആളുകളുടെ സെൻറ്റിമെൻറ്റ്സ് യൂസ് ചെയ്ത് സെല്ല് ചെയ്ത് അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നാറിയ പരിപാടി. റീച്ചിന് വേണ്ടിയിട്ട് ഓൺലി ഫാൻസ് തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല ഗൈസ്. പറ്റുന്നില്ല. കാരണം എനിക്ക് ഫാമിലി ആയിട്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. എടാ, നീ ആരാന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ല. പിന്നെ നിനക്ക് പുറത്തിറങ്ങി നടക്കുന്നതിന് എന്താടാ പ്രശ്നം? ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചെക്കൻ ആരാണ് അടിച്ചത്? നിങ്ങൾ തന്നെ അവിടെ പോയി അടിച്ചിട്ട് എന്തിനാടെ നാട്ടുകാരുടെ അമ്മയ്ക്കിട്ട് ചോദിക്കുന്നത്? കണ്ണാടി നോക്കി ചോദിക്കടേ. ആരടിച്ചോട്ടെ, ഓന്റെ പണ്ട് ഞങ്ങൾ പുറത്തു കൊടുക്കും. ആരായിക്കോട്ടെ. എന്ത് കോമഡിയാ ഇവിടെ നടക്കുന്നത്? ഇയാളെ പണ്ടം തന്നെ അടിച്ചു പൊട്ടിക്കണോ? അത് സൂയിസൈഡ് അല്ലേ? ഉള്ളത് പറയാലോ, ഏത് അറ്റം വരെ ഇതിന് ഞാൻ പോവും ചെയ്യും. ആ ശരി, റീച്ച് കുറയുമ്പോൾ ഡ്രാമയായിട്ട് ഇറങ്ങുന്നു. ഈ ഡ്രാമയിൽ വീണു പോകാതിരിക്കുക. അപ്പം ഇവരുടെ ഫാൻസായിട്ട് നടക്കുന്നവരോട് നിങ്ങൾക്ക് ഇനിയും നീ ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നീയൊക്കെ എന്താടാ മനസ്സിലാക്കുക? ഈ ഒരു വണ്ടി തച്ചു പൊളിച്ചതേ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ചങ്കാളെ. ആ അടിച്ചു പൊളിച്ചോനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. 5000 രൂപയ്ക്ക് മാസമാവാനാണ് ഷാജഹാൻ നോക്കിയത്. ഇതെങ്ങാനും ലീഗലി ഇഷ്യൂ ആയിട്ട് വർഗീയ കലാപത്തിനുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിന്റെ പണിയെ ഷാജഹാന് കിട്ടും. അതായത് നല്ല മാസമായിട്ടുണ്ട്, നല്ല മാസമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഡയറക്ഷൻ പോരാ, അതുകൊണ്ട് പടം പൊളിഞ്ഞു.
അപ്പോൾ താങ്ക് യു ഗൈസ്.